വിജയുടെ നമസ്കാരം. ഒരു വലിയ നീക്കം നമ്മുടെ രാജ്യം നടത്താൻ പോകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം വീറ്റോ പവർ. UN രക്ഷാസമിതിയിൽ 5 രാജ്യങ്ങൾക്കാണ് ഈ വീറ്റോ പവർ ഉള്ളത്. ഈ വീറ്റോ പവർ ഇന്ത്യക്ക് എന്ന് ലഭിക്കും ആകാംക്ഷഭരിതമായി കാത്തിരിക്കുകയാണ് ലോക രാജ്യങ്ങൾ എല്ലാവരും, ഇന്ത്യക്കാരും അത് തന്നെയാണ്. കാരണം ഇന്ത്യക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു പവറാണ് വീറ്റോ പവർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 5 രാജ്യങ്ങളിൽ ഒരു നിഷ്പക്ഷത പാലിക്കുന്ന ഒരു രാജ്യവുമില്ല, മറിച്ച് ഇന്ത്യ മാത്രമാണ് എല്ലാ വിഷയങ്ങളിലും ചേരിചേരാ നയം സ്വീകരിച്ച് നിഷ്പക്ഷത പാലിക്കുന്ന ഒരു രാജ്യം എന്നുള്ള കാര്യം. അതിപ്പോ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലുമായിരുന്നാലും യുക്രൈൻ റഷ്യ വിഷയത്തിലായിരുന്നാലും എല്ലാത്തിലും ഇന്ത്യ അങ്ങനത്തെ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചു പോന്നിരിക്കുന്നത്. 5 രാജ്യങ്ങളുള്ള ഈ വീറ്റോ പവർ, ഒന്ന് അമേരിക്ക, പിന്നെ ചൈന, പിന്നെ റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ഈ 5 രാജ്യങ്ങളാണ് ഉള്ളത്. നമ്മളെ ഇന്ത്യക്ക് വീറ്റോ പവർ ലഭിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ജവഹർലാൽ നെഹ്റു ആണ് എന്ന് പറഞ്ഞൊരു ആരോപണം പണ്ട് മുതലുണ്ട്. കാരണം ഇന്ത്യക്ക് വീറ്റോ പവർ ലഭിക്കാൻ പോയപ്പോൾ നെഹ്റു ആണ് അത് ചൈനയ്ക്ക് കൊടുത്തത്. പിന്നീട് ചൈന ആ വീറ്റോ പവർ ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കുന്ന കാഴ്ചയും നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പോ ഇന്ത്യക്ക് ഇപ്പം നിലവിൽ വീറ്റോ പവർ ഇല്ലെങ്കിൽ പോലും ഇന്ത്യ അത് ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ നടത്തുന്ന പല ആക്രമണങ്ങളും ഭേദിച്ചുകൊണ്ട് നയതന്ത്ര തലത്തിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഈ വീറ്റോ പവറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ UN ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ വീറ്റോ പവർ ഉള്ള 5 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം അതിനെ വീറ്റോ വെച്ച് എതിർത്ത് കഴിഞ്ഞാൽ ആ തീരുമാനം UN പിൻവലിക്കേണ്ടി വരും. അങ്ങനെ ഇന്ത്യക്ക് നേരെ പല തീരുമാനങ്ങളും UN പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് നരേന്ദ്രമോദി അതിനെ ഓവർകം ചെയ്ത് ചൈനയുടെ സുഹൃത്ത് രാജ്യങ്ങളുമായി, പല രാജ്യങ്ങളുമായി നമ്മൾ ബന്ധം സ്ഥാപിച്ച് ചൈന വീറ്റോ പ്രയോഗിക്കാത്ത രീതിയിൽ ചൈനയിൽ സമ്മർദ്ദം ചെലുത്തി പല ക്ലബ്ബുകളിലും നമ്മൾ അംഗമായിട്ടുണ്ട്. മിസൈൽ, ന്യൂക്ലിയർ, അങ്ങനെ പല ക്ലബ്ബുകളിലുമാണെന്നാണ് എന്റെ ഓർമ്മ, അംഗമായിട്ടുണ്ട്. ഇപ്പോ നിലവിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ വീറ്റോ പവറിന്റെ തൊട്ടടുത്ത് നമ്മുടെ രാജ്യം എത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ ഇത് നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. ഈ വീറ്റോ ക്ലബിലേക്ക് ഇന്ത്യ കയറാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചൈനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുരുക്കി നമ്മൾ അതിനകത്തേക്ക് വീറ്റോ ക്ലബിലേക്ക് കയറാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഇതിന് തോന്നുന്നത്? ഈ ഇപ്പോഴെന്തുകൊണ്ടാണ് ഈ വാർത്ത വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, നാഷണൽ മീഡിയാസ് മാത്രമല്ല, ഇന്റർനാഷണൽ മീഡിയാസിലൊക്കെ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1945-ലാണ് ഈ ഐക്യരാഷ്ട്രസഭ രൂപീകൃതമായത്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മള് അങ്ങോട്ടേക്ക് യാചിച്ചുകൊണ്ട് നടന്ന ഒരു സാധനമാണ് നമ്മളെ UN സെക്യൂരിറ്റി കൗൺസിലില്. എനിക്ക് തോന്നുന്നു UPA സർക്കാരിന്റെ കാലത്തൊക്കെ നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ ഒരുപാട് ആവശ്യപ്പെട്ടുള്ള കാര്യമാണ് അങ്ങോട്ട് നമ്മളെ. പക്ഷെ ഇന്നിപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകകരമായ കാര്യം. കഴിഞ്ഞ ദിവസം അതെ, ഒരു 4-5 ദിവസം മുമ്പ് നമ്മുടെ ഐക്യരാഷ്ട്രസഭയിൽ നമ്മുടെ ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പുനഃസംഘടന ആവശ്യമാണ്. അതെല്ലാ രാജ്യങ്ങളും പറയുന്നത്, കാരണം പുതിയ ഒരുപാട് രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പുനഃസംഘടനയുണ്ട്. അതുപോലെ ശാക്തിക ചേരികൾ മാറിയിട്ടുണ്ട്. അപ്പൊ പുനഃസംഘടന അനിവാര്യമാണ്. അപ്പോ മുമ്പൊക്കെ ഇന്ത്യ അങ്ങോട്ട് പോയിട്ട് ഞങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ ഈ UN സെക്യൂരിറ്റി കൗൺസിൽ എടുക്കണമെന്ന് പറഞ്ഞിടത്തു നിന്ന് ഇന്ന് ഇന്ത്യയുടെ പുറകിന് അത് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയുന്ന നിലയിലേക്ക് മാറ്റിയെടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ അതെ, ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. അന്ന് അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കിയെങ്കിലും അതിന്റെ ഒരു ഗുണഫലം നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ന് ഇന്ത്യ ഇല്ലാതെ ഒരു കാര്യവും ഈ ലോകത്ത് നടക്കുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ഒരു ശക്തി അത് പല മേഖലകളിലും, പ്രത്യേകിച്ച് തുറമുഖ നിർമ്മാണ മേഖലയിലായാലും അതിന്റെ നടത്തിപ്പിലായാലും ഇന്ന് നമ്മളൊരു ആഗോളതലത്തിൽ ഒരു വലിയ ശക്തിയായി മാറി. സൈനിക അതെ. ശക്തി നമ്മളൊരു വലിയ ശക്തിയായി മാറിയിരിക്കുന്നു. നമ്മുടെ രൂപയുടെ കാര്യത്തിലായാലും നമ്മളൊരു പവറിലേക്ക് മാറിയിരിക്കുന്നു. നമ്മളുടെ പൈസ ഇടപാടുകളൊക്കെ പല രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ തന്നെ നടത്തുന്ന തക്ക കരുത്തുള്ള ഒരു രാജ്യമായി നമ്മൾ മാറിയിരിക്കുന്നു. അതെ. അത് പ്രധാനമായിട്ടും അവരുടെ രാജ്യത്തെ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സമീപിച്ചത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അവരുടെ കമ്പനികളെയും ആയിരുന്നെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഇന്ത്യ കടന്നു വരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യ കടന്നു വരുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവർക്ക് പിന്നീട് ഒരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നത് ചൈനയാണ്. പക്ഷെ ചൈന ഒരു രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കടന്നു വരുമ്പോൾ ചൈനയ്ക്ക് ഒരുപാട് അജണ്ടകളുണ്ട്. ആ അജണ്ടകളിൽ പല രാജ്യങ്ങളും പെട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ചതിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറുകയും ഇറാനും അടക്കമുള്ള രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം, തുറമുഖ വികസനം ഒക്കെ ഇന്ത്യയെ അവർ ഏൽപ്പിക്കുന്ന ഒരു നമുക്കറിയാലോ, ഘട്ടത്തിലേക്ക് അഫ്ഗാനിസ്ഥാനിലെ പാർലമെന്റ് വരെ ഇന്ത്യയാണ് കെട്ടിക്കൊടുത്തത്. ഇന്ത്യ കെട്ടിക്കൊടുത്തു. അതിന്റെ പൈസ പോലും അവർ നമുക്ക് തന്നിട്ടില്ല. അവിടുത്തെ റോഡുകളുടെ പകുതി അതെ. കൂടുതൽ പണികൾ നമ്മളാ ചെയ്തത്. പക്ഷെ ഇപ്പൊ അത് മുടങ്ങി കിടക്കുന്നു. അത് വീണ്ടും ചെയ്യണമെന്ന് ഇപ്പൊ താലിബാൻ സർക്കാർ തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങൾ. അപ്പം ഈ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ബദലായിക്കൊണ്ട് പിന്നുണ്ടായിരുന്ന റഷ്യയാണ്. റഷ്യയുടെ കീഴിലുള്ള കുറെ രാജ്യങ്ങൾ ഇന്ന് അതും മാറിയിരിക്കുന്നു. ഇന്ത്യ ഒരു ലീഡറായിട്ട് നിൽക്കുന്നു. ഇന്ത്യയെ ചുറ്റിപ്പറ്റി കുറെ അധികം രാജ്യങ്ങൾ നിൽക്കുന്നു. ഏതാണ്ട് 85ഓളം രാജ്യങ്ങളിലേക്ക് നമ്മൾ ആയുധം കയറ്റി അയക്കുന്നുണ്ട്.
ഉം, അതുപോലെ തന്നെ കൃഷിയുടെ സാങ്കേതിക വിദ്യകൾ, ഭക്ഷണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു മേജർ പവറായി മാറും. മുൻകാലങ്ങളിൽ ഉം, പറഞ്ഞുകൊണ്ടിരുന്നത് ചൈന ഒരു വലിയ ശക്തിയായി മാറും, ചൈനയെ ചുറ്റിപ്പറ്റി നിൽക്കുമെന്നാണ്. പക്ഷെ ചൈനയുടെ ചില പോളിസികൾ കൊണ്ടും അവരുടെ കാര്യങ്ങൾ കൊണ്ടും പല രാജ്യങ്ങളും പല കമ്പനികളും അങ്ങോട്ട് പോകാൻ മടിക്കുകയും ഇന്ത്യയിലേക്ക് ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. മുമ്പ് കളിപ്പാട്ടത്തിന് ഉം, ചൈനയുടെ മുമ്പിൽ കൈനീട്ടിയിരുന്ന ഇന്ത്യ ഇന്ന് കളിപ്പാട്ടം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിയിരിക്കുന്നു. മൊബൈൽ ഉം. ഫോണിൽ ഇറക്കുമതി ചെയ്തിരിക്കുന്ന രാജ്യമായി ഇന്ത്യ ഇന്ന് മൊബൈൽ ഫോൺ കയറ്റുമതി ചെയ്തിരിക്കുന്നു. എന്തിനേറെ പറയുന്നത്, ഉം. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഇസ്രായേലിലേക്ക് നമ്മൾ ആയുധം കൊടുക്കുന്നു എന്നൊരു വാർത്ത കൂടി അതെ. വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് അത്ഭുതമാണ്. കയറ്റുമതി കാരണം ചെയ്യുന്നു. കയറ്റുമതി ചെയ്യുന്നു, അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം ആ രീതിയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. പിന്നെ ലോകത്തിന്റെ എല്ലാം പ്രധാനപ്പെട്ട അവരുടെ സിവിലിയൻ ബഹുമതികളെല്ലാം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യമില്ലാത്ത ഒരു കമ്മിറ്റിയും ഇപ്പോഴില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ആകെയുള്ള അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം ഐക്യരാഷ്ട്രസഭയിലെ UN സെക്യൂരിറ്റി കൗൺസിലിലെ ഒരു സ്ഥിരാംഗത്വം, വീറ്റോ പവറുള്ള അംഗത്വം. ഈ സ്ഥിരാംഗത്വം വീറ്റോ പവറുള്ള പക്ഷേ അംഗത്വം തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനൊരു ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബിചേട്ടാ, ഈ വീറ്റോ പവർ ഇല്ലാതെ തന്നെ വീറ്റോ പവർ ഉള്ള രാജ്യത്തെക്കാട്ടിലും എത്രയോ മേലെയുള്ള കാര്യങ്ങൾ ഇന്ത്യ ഈ ലോക രാജ്യങ്ങൾക്ക് മുമ്പ് ചെയ്തിരിക്കുന്നു, വീറ്റോ പവർ ഇല്ലാതെ തന്നെ. അപ്പൊ ഇന്ത്യക്ക് ആ ഒരു വീറ്റോ പവറിന്റെ ആവശ്യം ആ സമയത്ത് ഈ സമയത്ത് തീർച്ചയായും വേണം. പക്ഷെ എങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഒരു അതിശയോക്തിയാണ്. അതായത് അതില്ലാതെ തന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും നമ്മൾ നയതന്ത്ര ബന്ധത്തിലൂടെ നടപ്പിലാക്കിയെടുത്തിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണ് നമുക്കിപ്പോ തരുമെന്ന് ഇങ്ങോട്ട് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉം, ചിലിയുടെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ചിലി, ചൈനയുടെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ടാണ് ചിലി. ആ ചിലിയുടെ ഉം, വിദേശകാര്യ മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും ദില്ലിയിൽ വന്നത് എസ് ജയശങ്കറിനെ കണ്ടതിന് ശേഷം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യ ഉം. സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗമാകണം, ഞങ്ങൾക്ക് അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. ചൈന ഒന്നും പറഞ്ഞില്ലേ പക്ഷെ അപ്പോ? ചൈന ഒന്നും പറഞ്ഞില്ല എന്ന് പറയാൻ കാരണം ചിലി ഈ ചൈനയുടെ കൂടെ മനസ്സറിഞ്ഞിട്ടായിരിക്കണം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കും. ചൈനയെ ഉം, സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയോടുള്ള അവരുടെ നിലപാടിൽ കഴിഞ്ഞ 1.5 മാസമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റുകളായാലും അവരുടെ ഉം, അവിടുത്തെ ആളുകളുടെ ഇന്റർവ്യൂസ് ആയാലും നമ്മൾ ശ്രദ്ധിക്കുന്ന അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് ചൈന വളരെയധികം മാറിയിട്ടുണ്ട്. അത് മാറിയത് നമ്മളോടുള്ള ഉം, അമിതമായ സ്നേഹം കൊണ്ടൊന്നുമല്ല. അതായത് ഈ അവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരൻ അൽ ജസീറ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ത്യയും ഉം, ചൈനയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അതായത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച തീരാവുന്ന വിഷയമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളും അമേരിക്കയും ഉം, പോലുള്ള വിഷയമൊന്നും, അല്ലെങ്കിൽ ഞങ്ങളും തായ്വാനും പോലെ, അല്ലെങ്കിൽ ഞങ്ങളും ജപ്പാനും പോലുള്ള വിഷയങ്ങളൊന്നും ഇന്ത്യയും ചൈനയും തമ്മിലില്ല. കാരണം അത് ഞങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചതല്ല, ഇന്ത്യ ആയിട്ട് ഉണ്ടാക്കി ഉം, വെച്ചതുമല്ല. പകരം ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോയപ്പോൾ അതിർത്തി കൃത്യമായി രേഖപ്പെടുത്താൻ പറ്റാതെ പോയത് കൊണ്ട് ആ അതിർത്തിയെ ചൊല്ലിയുള്ള ചില സംശയങ്ങളാണ് ഇപ്പോഴത്തെ ഈ ഒരസലിന് കാരണം. അതായത് ഉം, ബ്രിട്ടീഷുകാരൻ പോയ സമയത്ത് ആ അതിർത്തി കൃത്യമായി വരച്ചിരുന്നു എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായത്. ആ അതിർത്തിയെ ചൊല്ലിയുള്ള ഉം, പ്രശ്നങ്ങളാണ്. അത് ഒരു ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് ചൈന പറയുന്നു എന്ന് പറയുമ്പോൾ ഉം, ചൈനയ്ക്ക് ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് അതിനകത്ത്. അത് ഉം, കൂടാതെ തന്നെ അവരുടെ വിദേശകാര്യ മന്ത്രി ചൈനയുടെ, അദ്ദേഹം 3 ആഴ്ചക്ക് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ഇപ്പൊ ഇതിനിടയിൽ നമ്മൾ ഉം. ചൈനയുമായിട്ട് കുറെ അധികം മീറ്റിംഗുകൾ നടക്കുന്നുണ്ട്. അത് എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പല മാധ്യമങ്ങളും നമ്മുടെ ചെറിയ അതിർത്തി വാർത്തയായിട്ടാണ് തർക്കമൊക്കെ വരുന്നത്. ആയിട്ട് ബന്ധപ്പെട്ട്. അതിർത്തി ഇന്നലെ ഒരു മീറ്റിംഗ് നടന്നു. അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. നമ്മുടെ അതിർത്തി നിയന്ത്രണ രേഖയുമായി ബന്ധപ്പെട്ട് 31-ാമത്തെ മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൽ വളരെ ഉം, സന്തോഷകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു. കാരണം അതിൽ വളരെ ഉം, സൗമ്യമായിട്ട്, അതായത് നമ്മളുടെ ഒരു ഡിമാൻഡ് ചൈന ഏകദേശം അംഗീകരിച്ചതുപോലെയാണ്. നമ്മുടെ ഡിമാൻഡ് എല്ലാ കാലത്തും ഇന്റർനാഷണൽ ബോർഡർ അംഗീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. ചൈനയും ഇന്ത്യയും ഉം, ഇന്റർനാഷണൽ ബോർഡർ ഉം, അംഗീകരിക്കും. അത് ഏതാണ്ട് അംഗീകരിച്ച രീതിയിലാണ് ചർച്ച പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് നടന്ന, ഇത് 31-ാമത്തെയാണ്, ഇതിനു മുമ്പ് നടന്ന ഏതാണ്ട് ഒരു 26ഓളം ചർച്ചകളിൽ സമവായമാകാതെ അല്ലെങ്കിൽ ചർച്ച അലസിപ്പിരിയുന്നു എന്നുള്ള വാർത്തയായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. അതുകൂടാതെ അവരുടെ വിദേശകാര്യ മന്ത്രി ഒരു 3 ആഴ്ചക്ക് മുമ്പ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്, അവർ പറയുന്നത് ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിൽക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ലോകത്തിന്റെ ശക്തി മാറി മറിയുന്നു, ശാക്തിക ചേരികൾ മാറുന്നു. ആ ഒരു ഉം, സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയുമാണ് ഈ ലോകത്തിന് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് ഒന്നിച്ചു നിന്നേ മുമ്പോട്ട് പോകാൻ പറ്റൂ, ഒന്നിച്ചു നിൽക്കണമെന്ന് അദ്ദേഹം പറയുന്ന ഒരു ഉം, രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അതിന് കാരണം ഈ നമ്മുടെ ഉം, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനയിൽ പോവുകയും അവിടുത്തെ വിദേശകാര്യമന്ത്രിയോട് സംസാരിച്ചതിന് ശേഷമാണ് അവർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്. ഇവിടെ ഉം, ഇപ്പോ ഈ അമേരിക്ക ആയിരുന്നു ലോകത്തെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവിടത്തേക്ക് ഇന്ത്യ ഉം, കടന്നു വരികയാണ്. കാരണം ഈ ഉം, സാധാരണപ്പെട്ട രാജ്യങ്ങൾ, ഈ വികസ്വര രാജ്യങ്ങളും അവികസിത രാജ്യങ്ങളും അടക്കം ഇപ്പോൾ ഇന്ത്യയെ ഒരു വലിയ പ്രതീക്ഷയായിട്ട് അവർ ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ത്യ അവർക്ക് സഹായങ്ങളുമായി ഉം, എത്തുന്നുണ്ട്. ആ ഒരു ഇതിലേക്ക് പുതിയൊരു ചേരി തുറക്കുന്നു. ഇപ്പോൾ അതിന് ഒരു പരിധി വരെ നരേന്ദ്രമോദിയുടെ ഒരു നയതന്ത്രം ആ, വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള എണ്ണയുടെ ആ ഒരു വലിയ ഹുക്ക്, ആ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ഹന്ത അവസാനിപ്പിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇദ്ദേഹം ഈ തെക്കൻ അമേരിക്കയിൽ നിന്നും നൈജീരിയ അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ എണ്ണ ആദ്യം ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി.
അപ്പോഴേ തന്നെ ഈ ഉം, എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളൊന്നും ഞെട്ടി. പിന്നീട് നമ്മൾ എണ്ണ ഇറാന്, അതുപോലെ തന്നെ ഈ റഷ്യ, അങ്ങനെ പലയിടത്തു നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഒപ്പം അമേരിക്ക ഉം, ഉപരോധം പ്രഖ്യാപിച്ച രാജ്യങ്ങളിലെല്ലാം കടന്നു കയറി അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇറാനെതിരെ അമേരിക്കയുടെ ഉപരോധം ഉം, നിൽക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, റോഡ് ഉൾപ്പെടെയുള്ള വികസനത്തിന്, തുറമുഖത്തിന്റെ ഉം, നോക്കി നടത്തിപ്പിനൊക്കെ നമ്മൾ മുൻകൈയെടുത്ത് മുമ്പോട്ട് ചെല്ലുകയാണ്. നമ്മളെ ഏൽപ്പിക്കുകയാണ് അവര്, ഏതാ നിങ്ങൾ ചെയ്യൂ. അപ്പൊ അമേരിക്കയുടെ ഒക്കെ ഉപരോധത്തിന് പുല്ല് വില പോലും ഇല്ല, അത് ഏറ്റെടുക്കുന്നു. റഷ്യയിൽ നമ്മൾ എണ്ണ ഉം, ഇറക്കുമതി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ഇനിയിപ്പോ യൂറോപ്യൻ കൺട്രീസിന് മുമ്പോട്ട് പോകാൻ കഴിയും. മറ്റൊന്ന്, ഇന്ത്യയെ ഉം, പോലൊരു രാജ്യം ഈ UN രക്ഷാ കൗൺസിലിൽ വരണമെന്നുള്ളത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട്. കാരണം ഇപ്പോൾ അതിനകത്തുള്ള 5 വീറ്റോ പവർ എന്ന് പറഞ്ഞാൽ, ഒന്ന് UK, ഫ്രാൻസ്, അമേരിക്ക, റഷ്യ, ചൈന. ഇതിൽ ഈ 3 രാജ്യങ്ങൾ, ഉം. UKയും ഫ്രാൻസും ബ്രിട്ടനും, ഈ അമേരിക്ക 3 ഉള്ളൂ. രാജ്യങ്ങൾ ഒരേ ഫ്ലേവർ, ഉം, അമേരിക്കയുടെ കൂടെയാണ്, ഒരു ഫ്ലേവർ ഉള്ളതാണ്. മറുചേരിയിൽ റഷ്യയും ചൈനയും മാത്രമാണ്. അപ്പൊ ഇവിടേക്ക് ഉം, തങ്ങളുടെ ശബ്ദം കൂടി, അതായത് സാധാരണപ്പെട്ട ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ ഐക്യരാഷ്ട്രസഭയില്, ചിലി അടക്കമുള്ള, ബ്രസീൽ അടക്കമുള്ള, ഈജിപ്ത് അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഇന്ത്യയെ പോലെ ഒരു നിഷ്പക്ഷനായ ഒരാളോടെ വന്നു കഴിഞ്ഞാൽ, ശക്തമായ ഒരു ജനാധിപത്യമുള്ള രാജ്യം, ഉം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിപണിയുള്ള രാജ്യം, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി അത് ഞങ്ങളുടെ ശബ്ദം കൂടി കേൾക്കുമല്ലോ. കാരണം ഇപ്പോഴുള്ളതെന്ന് വെച്ചാൽ ഈ വമ്പൻ ഉം, ശക്തികളാണ്, അവരോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വന്നാൽ കുറച്ചുകൂടി ഉം, ലഭിക്കുമല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് ആ രാജ്യങ്ങൾ പിന്തുണച്ചു വരുന്നത്. ഇപ്പം ഈ ഉം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്ക് ഈ മുൻപ് രണ്ട് ഈ ശക്തികളുടെ പിന്നിൽ അണിനിരക്കുന്ന രാജ്യങ്ങളാണ്, ഇതത് മാറിയിരിക്കുന്നത്. ഇന്ത്യക്ക് തന്നെ ഉം, ഇന്ന് അനവധി സഖ്യങ്ങളുണ്ട്. കോഡ് സഖ്യമുണ്ട്, ഉം, പിന്നെ ബ്രിക്സ് നമ്മളാണ് രൂപീകരിച്ചത്. ഈ ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉം, അതിനകത്ത് രൂപീകരിക്കുന്നത് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയും ചൈനയും റഷ്യയും ദക്ഷിണാഫ്രിക്കയും ഉം, എല്ലാം ചേർന്നിട്ടാണ് ഇത് രൂപീകരിക്കുന്നത്, ബ്രിക്സ് രൂപീകരിക്കുന്നത്. ഇന്നിപ്പോ ആ ബ്രിക്സിനകത്ത് ഉം, ഉം, UAE ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, ഉം, ദക്ഷിണാഫ്രിക്ക ഉണ്ട്. അങ്ങനെ കുറെ അധികം രാജ്യങ്ങൾ ഇന്ന് അതിൽ ഉണ്ട്. ബ്രസീലുണ്ട്. ഇതെല്ലാം കൂടെ ഉം, ചേർന്ന് ഇന്ന് ഉം, ബ്രിക്സ് കുറച്ചുകൂടെ വലുതായിരിക്കുന്നു. ബ്രിക്സ് പുതിയൊരു ചേരിയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇത് രൂപീകരിച്ചതിന് ശേഷം കൃത്യമായിട്ട് തന്നെ അവരുടെ യോഗങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഇത് കൂടാതെ ഒരു കുറുമുന്നണി ഉം, കണക്ക് ഒരു ഹാൻഷായ് ഉച്ചകോടി നടക്കുന്നുണ്ട്. അതിൽ നമ്മളും റഷ്യയും ചൈനയുമാണ് പ്രധാന അംഗങ്ങൾ. ഇറാൻ ഉൾപ്പെടെയുള്ളവരെ അത് പ്രധാന അംഗങ്ങളാണ് ഈ ഷാങ്ങായ് ഉച്ചകോടിയിൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു കുറുമുന്നണി രൂപീകരിച്ച് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ചൈന പറയുന്നത്. ചൈന അത് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട, ചൈന ഇപ്പൊ ഈ കുറച്ച് സൗമ്യമായി വരുന്നതിന് കാരണം ചൈനയുടെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്നു. ഇന്ന് രാവിലെ ചൈനയുടേതായിട്ട് കാണുന്ന ഒരു വാർത്ത, അവരുടെ GDP വളരെ കുത്തനെ താഴ്ത്തി ഇടിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനൊക്കെ അവർക്ക് മുമ്പോട്ട് ഉം. കയറി വരണമെങ്കിൽ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് സഹായം ആവശ്യമാണ്. അല്ല, രണ്ടായിരത്തി ഇരുപത്തി അതാണ് മൂന്ന് അതാണ് ഇരുപത്തിനാലില് ബിജേട്ടാ, എന്റെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നമ്മുടെ ചൈന എന്ന് പറയുന്ന രാജ്യം, നമ്മൾ എപ്പോഴും അതിർത്തി തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയുമായിട്ട് എപ്പോഴൊക്കെ നമ്മൾ ഒരു കരാറ് നമ്മൾ ഒപ്പിടാൻ ചെന്നാലും, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ചെന്നാലും അടിച്ചു പിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം വളരെ സൗമ്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് വളരെ സന്തോഷത്തോടുകൂടി പിരിയുന്നു. ചൈനയുടെ വ്യവസായികൾ ഇന്ത്യയോട് സൗമനസ്യം പുലർത്താൻ തയ്യാറാവുന്നു, അല്ലെങ്കിൽ സഹകരിക്കാൻ തയ്യാറാവുന്നു. രണ്ടാമത്തെ കാര്യം, ചൈനയിലെ വിദേശകാര്യമന്ത്രി പറയുന്നു ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ, ഇന്ത്യ, ചൈന, പിറകെ റഷ്യ, നമ്മൾ മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഒരു സൗഹൃദത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയാവില്ല. ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പിന്നെ ഈ ഒരു മൂന്ന് രാജ്യങ്ങളെയും കവച്ചു വെക്കാൻ വേറെ ഒരു രാജ്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം ഞാൻ ഒരു അതിശയോക്തിപരമായിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മൾ മൂന്ന് പേരും തമ്മിൽ സൗഹൃദത്തിലായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമ്മുടെ രാജ്യത്തിനും ബാക്കി രണ്ടുപേർക്കും എല്ലാം കൂടെ ചേർന്ന് വലിയ രീതിയിലുള്ള ഒരു, എന്താ പറയാ, ലോകരാജ്യത്ത് തന്നെ ഒരു ഞെട്ടലായിരിക്കില്ലേ? ഏഷ്യ ഒരു വൻ ഇപ്പൊ പവറായി വരില്ലേ എന്നും കൂടെ അതിനകത്തുള്ള ഒരു ധ്വനിയുണ്ട്. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇന്ത്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പൊ ഈ മുമ്പ് ഇപ്പൊ ഈ ധനുഷ് ചോദിച്ച ചോദ്യത്തിന്റെ മറ്റൊരു സൈഡുണ്ട്. ഇപ്പൊ ഞാന് ഉം. ധനുഷിന്റെ അടുത്ത് അങ്ങോട്ട് ഞാൻ കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ധനുഷ് എന്നോട് ഇങ്ങോട്ടേക്ക് നമുക്ക് ഒന്നിച്ച് നിൽക്കാന്ന് പറയുന്നതാണല്ലോ കുറച്ചുകൂടെ ഒരു അതല്ലേ അതെ, അതെ, ഹീറോയിസം എന്ന് പറയുന്നത് പോലെ. ഇതുകൊണ്ടാണ് അതെ, ഈ അതെ, അതെ. ഇന്ത്യ റഷ്യയും ഇറാനും തമ്മിൽ അവരുടെ ഒരു പഴയ സഖ്യം വീണ്ടും സജീവമാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഉം, കഴിഞ്ഞ കുറെ നാൾ, 10-20 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സഖ്യമാണ്. അതായത് അഫ്ഗാനിസ്ഥാനും ഉണ്ടായിരുന്നു. ഇപ്പൊ ഉം, അഫ്ഗാനിസ്ഥാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉം, ഇപ്പൊ റഷ്യ, ഇറാൻ, ഇന്ത്യ, ആ ഒരു അച്ചുതണ്ട് ഇപ്പൊ വളരെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഉം, സ്വാഭാവികമായും ചൈനയ്ക്ക് വന്നേ പറ്റൂ ഇതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, ചൈനയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഇപ്പൊ ഇന്ത്യയായിട്ട് കൂടുതൽ അടുക്കുന്നത് അവരുടെ ആവശ്യം, നമ്മുടെ ആവശ്യമല്ല. ഇപ്പൊ ഉം, ട്രേഡിങ്സിന്റെ റിപ്പോർട്ട് നമ്മൾ നോക്കിയാൽ 2023-24 ഇന്ത്യയില് ഇന്ത്യ നടത്തിയ ട്രേഡിങ്സിൽ, ഇന്ത്യയിലേക്ക് നടത്തിയ ട്രേഡിങ്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. അതായത് വ്യാപാരത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പൊ ചൈനയായി വന്നു. ഒരു കാര്യം കൂടെ നമ്മൾ ഉം, ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ചൈനയുടെ പല ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ അമിതമായ നികുതിയാണ് ഇന്ത്യൻ സർക്കാർ ചുമത്തുന്നത്. എന്നിട്ട് പോലും ഉം, ട്രേഡിങ്സിൽ നമ്മുടെ ചാർട്ടിൽ ഒന്നാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനത്തേ ഉള്ള അമേരിക്ക പോലും. അപ്പോ ഉം, ചൈനയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ഒരു വലിയ വിപണിയൊക്കെ തന്നെയാണ്.
ഞാൻ പറഞ്ഞില്ലേ, ഇവിടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാനുള്ളതേ ഉള്ളൂ. ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ചൈനയെ സംബന്ധിച്ചൊരു കുഴപ്പമെന്ന് വെച്ചാൽ അവർക്കൊരു സ്വീകാര്യത ലോകരാജ്യങ്ങൾക്കിടയിൽ ഇല്ല. അവരൊരു വലിയ പവറാണ്, അതെ. അല്ലെങ്കിൽ അവര് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ അവർക്ക് മാനസികമായി മറ്റു രാജ്യങ്ങൾക്ക് ഇവരെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായാലും ഉം. ഒക്കെ ഇവരെ അംഗീകരിക്കാൻ ഉം. ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് രാജ്യങ്ങൾക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങൾ അണിനിരക്കുന്നത് ഇന്ത്യയുടെ പിന്നിലാണ്. ഇപ്പൊ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയുമായിട്ട് നല്ല ദോസ്താണ്. ചൈനയാണ് ഈ യുദ്ധസമയത്തൊക്കെ അവർക്ക് ഈ സാങ്കേതിക സഹായം നൽകിയത്. അവരുടെ സാറ്റലൈറ്റും മറ്റുമൊക്കെ ഈ യുക്രൈനിൽ വാറിൽ അവർക്ക് നിന്നുപോയപ്പോൾ, ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു വലിയ ഒരു എന്താണ് അതിന് പറയുന്നത് തടസ്സം അതിനുണ്ടായപ്പോൾ ചൈനയാണ് അവരെ അതിനൊക്കെ സഹായിച്ചത്. ഉം. ചൈന അവരുടെ ഉം. ക്ലോസ് ഫ്രണ്ട് ആണെങ്കിലും പക്ഷെ പുടിൻ ഏറ്റവും കൂടുതൽ താല്പര്യവും പുടിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ളത് നരേന്ദ്രമോദിയാണ്. അവിടെയാണ് ആ വ്യത്യാസം. അതെ. ചൈന ഇത്രയും നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ചൈനകൾ കുറച്ചുകൂടെ ആത്മബന്ധം ഇന്ത്യയായിട്ടാണ് റഷ്യ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെ. സ്വാഭാവികമായിട്ടും ഇതൊരു പുതിയ ചേരിയാണ്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഉം. പിന്നെ നരേന്ദ്രമോദി എപ്പോഴെപ്പോഴും വിശ്വഗുരു വിശ്വഗുരു എന്ന് പറയുന്നതിനകത്ത് ഒരു വലിയ സത്യമുണ്ട് അതിൽ. കാരണം ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു ഉം. വിശ്വഗുരുവായിട്ട് നമ്മൾ മാറി. ഈ വിശ്വഗുരു എന്ന് പറയുമ്പോൾ എല്ലാവരും നരേന്ദ്രമോദിയെ വിശ്വഗുരു വിശ്വഗുരു എന്ന്. നരേന്ദ്രമോദി അല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യം ഇന്ത്യ ഒരു വിശ്വഗുരുവായി മാറുമെന്നാണ് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തെ ഉം. വിശ്വഗുരുവാക്കിയിട്ട് ആരും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. പക്ഷെ അദ്ദേഹത്തിന് എതിരെ ആരോപണം ഉന്നയിക്കുന്നവർ പറയും മോദി വിശ്വഗുരുവുമായി കളിയാക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിൽ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് അതിനാകാനുള്ള എല്ലാ യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ 10 വർഷം കൊണ്ട് ഈ രാജ്യങ്ങളെയൊക്കെ ഒരു ജനപ്രീതി നേടാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഈ രാജ്യങ്ങൾ ഒരു വലിയ പങ്കിനെ കൂടെ നിർത്താനും നയതന്ത്രത്തിലൂടെ അതിജീവിച്ച് ഉം. ഇന്നിപ്പോ ഞാൻ പറയില്ല, ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗത്വമോ ഇല്ലെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിലോ വീറ്റോ പവർ ഒന്നും ഇന്ത്യക്ക് ഒരു ആവശ്യമുള്ള ഘടകമേ അല്ല ഇപ്പോൾ. അവർക്ക് വേണമെങ്കിൽ ഉം. കൊടുക്ക് അതെ. എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മുടെ പോളിസി. അതിപ്പോ ഈ ഉം. മുമ്പ് നമ്മൾ അങ്ങോട്ട് ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് വേണമെങ്കിൽ തരണം, കാരണം അവർക്ക് അത് തരാതിരിക്കാൻ കഴിയില്ല. തരാതെ മുമ്പോട്ട് പോകാൻ അവർക്ക് ഒരു ഇഞ്ച് പോലും കഴിയില്ല. കാരണം ഐക്യരാഷ്ട്ര സഭയിൽ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്നുള്ളത് അതിനകത്ത് അംഗരാജ്യങ്ങളെല്ലാം ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. UN സെക്യൂരിറ്റി ഉം. കൗൺസിൽ പൊളിച്ചെഴുത്ത് വേണം. ഇന്ത്യയെ മാത്രമല്ല, ഈ ആഫ്രിക്കൻ കൺട്രീസിന് അതിനകത്ത് വലിയ റോളില്ല ഈ UN സെക്യൂരിറ്റി കൗൺസിൽ. ഒരുപക്ഷെ ഇന്ത്യ വന്നാല് അതെ. 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 എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും ഏതെങ്കിലും ഒരു രാജ്യം അതിലേക്ക് വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയുന്നില്ല. കാരണം ഉം. ഇപ്പൊ ഏഷ്യയിൽ നിന്ന് എന്നുള്ള ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ഇപ്പൊ ഈ ചൈന പോകുന്നത്. അപ്പം അവിടുന്ന് ഇന്ത്യ കൂടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിന് ആനുപാതികമായിട്ട് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും കൂടി രാജ്യം വരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ അംഗസംഖ്യ 7 ആകും. ഇനി ഇത് വലിയൊരു പ്രശ്നം കൂടെ ഉണ്ട് ധനുഷ്. ഈ സ്ഥിരാംഗത്വം കിട്ടിയോണ്ട് മാത്രം കാര്യമില്ല, ഇതിനകത്ത് ഈ വീറ്റോ പവർ കൂടെ കിട്ടണം. ഉം. ഈ വീറ്റോ പവർ കൊടുക്കോ ഇല്ലയോ, അതോ ഇനി വീറ്റോ പവർ തന്നെ എടുത്തു കളയുമോ എന്നൊക്കെ ഉള്ളൊരു വലിയ വിഷയം അത് നിൽക്കുന്നുണ്ട്. പക്ഷെ വീറ്റോ പവർ എടുത്തു കളയാനുള്ള സാധ്യതയില്ല. കാരണം ഇതിനകത്തുള്ള എല്ലാം വമ്പന്മാരായതുകൊണ്ട് അവരൊരിക്കലും ഈ വീറ്റോ പവർ അതെ. എടുത്തുകളയാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഇനി പുതിയതായിട്ട് വരുന്ന രാജ്യങ്ങൾക്ക് വീറ്റോ പവർ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് വേറൊരു അല്ല, വിഷയമായിട്ട് എന്റെ ഒരു വരുന്നത്. ഡൗട്ടാണ് ബിജുട്ടാ. ഈ വീറ്റോ പവർ 5 രാജ്യങ്ങൾക്കല്ലേ കൊടുക്കാൻ പറ്റൂ? അപ്പൊ ഇന്ത്യ അതിനകത്ത് കയറുകയാണെങ്കിൽ ഒരു രാജ്യം അതിൽ നിന്ന് പുറത്താകണ്ടേ വീറ്റോ പവർ കിട്ടുകയാണെങ്കിൽ? അല്ല അല്ല, അങ്ങനെയല്ലേ? അത് അവിടെയാണ്. 6ാമതൊരു രാജ്യത്തിന് കൂടെ വീറ്റോ പവർ കൊടുക്കാൻ പറ്റുമോ? അല്ല, അതാണ് പറഞ്ഞു വരുന്നത്. അതാണ് ഈ എല്ലാ രാജ്യങ്ങളും പറയുന്നത്. ഇത് പുനഃസംഘടിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് ഉം. 1945 രൂപം കൊടുത്തൊരു സംഘടന. അതിനകത്ത് കാലാതീതമായിട്ട് ഉം. മാറ്റങ്ങൾ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഒരുപാട് രാജ്യങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് പ്രതിനിധികൾ വന്നിട്ടുണ്ട്, അതിന്റെ സ്ട്രക്ചർ തന്നെ മാറിയിട്ടുണ്ട്. അപ്പം ഇത് മാറ്റണം. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, നമ്മൾ വളരുന്നതനുസരിച്ചും നമ്മളുടെ ഈ ലോകത്തിന്റെ ചേരികൾ മാറുന്നതനുസരിച്ചും ഇല്ലെങ്കിൽ ലോകത്തിന്റെ ആ രീതികൾ മാറുന്നതനുസരിച്ചും ഇതിലും മാറ്റം വേണമല്ലോ. ഇത് ഇതുവരെ ഉം. മാറിയിട്ടില്ല. ഇപ്പൊ ഈ 5 എന്നുള്ളൊരു സംഖ്യയും ഈ 5 പേരെന്നുള്ളതുമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമല്ല ഇപ്പോൾ. ഈ 5 ഉം. പേര് നിൽക്കുന്ന സ്ഥാനത്ത് അന്ന് ഇന്ത്യ ഈ പവറിലൊന്നും അല്ല നിൽക്കുന്നത്. ഇന്ത്യക്ക് അന്ന് പവറും ഇല്ല. ഇപ്പൊ അത് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോ അമേരിക്കയ്ക്കൊന്നും വലിയ സ്വീകാര്യത ലോകരാജ്യങ്ങൾക്കിടയിൽ ഇല്ലാതെ മാറിയിരിക്കുന്നു. റഷ്യക്ക് അതില്ലാതെ മാറി. ഉം. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ വന്നിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് പൊളിച്ചെഴുതണ്ടേ? അതായത് ഒരു നിയമം പുതിയതായിട്ട് അതെ. വരണ്ടേ? അതായത് ഇപ്പൊ ഈ വീറ്റോ പവർ കിട്ടുന്നത് ഈ 5 എന്നുള്ളത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 7 ആകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കാം. 6ന് പകരം 7 ആകുകയും ഈ 7 രാജ്യങ്ങൾക്ക് ഒരു ഉം. വീറ്റോ പവർ കിട്ടുന്ന ഒരു ഇതിലേക്ക് വരും. പക്ഷെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ ആര് വരുമെന്നുള്ള ഒരു വലിയ വിഷയമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ആഫ്രിക്കയ്ക്ക് ഉം. കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കാരണം അത്രയും രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു റെപ്രസെന്റേഷൻ അത് വേണമെന്നുള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോ ഇതിനകത്ത് എതിർക്കപ്പെടാൻ ആരുമില്ല. ഇപ്പൊ ചൈന എതിർക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. കാരണം അവരുടെ ഈ ചിലി പറഞ്ഞത് ചൈനയുടെ ഒരു അഭിപ്രായമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ചിലിയും ചൈനയും തമ്മിൽ അത്ര രാജ്യങ്ങളാണ്. ഇന്ന് രാവിലെ ചിലിയുടെ പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ലാറ്റിൻ ഉം. അമേരിക്കൻ രാജ്യങ്ങളിൽ ഇന്ത്യക്കാണ് ഒരുപാട് സഹായിക്കാൻ കഴിയുന്നത്, ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ ലാറ്റിൻ അമേരിക്കയിൽ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ്.
അപ്പോൾ അത് മാറുന്ന ഒരു രീതിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ചൈനയുടെ ഒരു എതിർപ്പ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. കാരണം അമേരിക്ക ഓൾറെഡി ഇന്ത്യ വരുന്നതിനോട് അവർക്ക് എതിർപ്പൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ച് ഇന്ത്യ വരുന്നതാണ് അവർക്ക് കുറച്ചുകൂടെ സേഫ് ചൈനയെക്കാളും. കാരണം ചൈന എല്ലാം വെട്ടുമെങ്കിൽ ഇന്ത്യ എല്ലാം വെട്ടില്ല, ചില കാര്യങ്ങൾ മാത്രമേ വെട്ടാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് വരുന്നതിന് താല്പര്യമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ മാറ്റി എഴുതേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് സിസ്റ്റം അത് പണ്ട് തൊട്ട് എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ വരാനുള്ള ഒരു സാധ്യതകൾ ഉണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലും ഒക്കെ വലിയ ഒരു താല്പര്യം ഇന്ത്യയോട് ഉണ്ട് താനും, മിഡിൽ ഈസ്റ്റിലൊക്കെ. അപ്പൊ ഇതെല്ലാം കൊണ്ട് സാധ്യത കൂടുതലാണ്. പറയാനുള്ളത് സാധ്യതകൾ കൂടുതലാണ്. ഇന്ത്യ വീറ്റോ പവറിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാഴ്ചയാണ് കാണാൻ. എന്തായാലും ചൈന വീഴുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ചൈനയ്ക്കും ഇന്ത്യയുടെ സഹായം ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ചൈനീസ് വിദേശകാര്യ മന്ത്രിയൊക്കെ നമ്മളോട് വലിയ രീതിയിലുള്ള സഹകരണത്തിന് തയ്യാറാണ് എന്ന് പറയുന്നു. ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളരുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ആ പ്രസ്താവന ഇത്തരത്തിലായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്തിന്റെ വലിയ ഒരു വികസന കുതിപ്പിലാണ് നമ്മൾ പോകുന്നത്. അതിന് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് പണം ഒരു പ്രശ്നമല്ല എന്നാണ് കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നത്. അതൊരു വലിയ ഒരു സൂചനയായിട്ടാണ് ലോകരാജ്യങ്ങളും നമ്മുടെ രാജ്യത്തെ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾക്കാണ് ഓരോ ദിവസവും അപ്രൂവൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഇന്ന് പണം ഒരു പ്രശ്നമല്ല. കാരണം നമ്മൾ വലിയ ഡിഫൻസ് മേഖലയിലൊക്കെ നമ്മൾ ഇറക്കുമതിക്കാരായാലും നമ്മളിപ്പോൾ കയറ്റുമതിയിലേക്ക് കടന്നിരിക്കുന്നു. പോരാത്തതിന് പല വമ്പൻ വ്യവസായങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നു. രാജ്യത്തിന്റെ ഖജനാവ് വളരെ വലിയ രീതിയിൽ നിക്ഷേപങ്ങൾ കൊണ്ട് നിറയുന്നു. നിക്ഷേപകർ വരുന്നു, വ്യവസായികൾ വരുന്നു, വലിയ രീതിയിൽ നമ്മുടെ മറ്റ് രാജ്യങ്ങൾ സഹകരിക്കാൻ തയ്യാറാകുന്നു, വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ വരുന്നു. ഒരു ലോകത്തൊരു സോഷ്യൽ മീഡിയ ആപ്പ് തുടങ്ങിയാൽ പോലും അത് ഇന്ത്യയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് പല ഭീമന്മാരെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മേഖലയും, സമസ്ത മേഖലകളിലും ഇന്ത്യയുടെ ഒരു ആധിപത്യം തന്നെയാണ് വരാൻ പോകുന്ന കാലങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള തർക്കമില്ല. അതിന്റെ ഒരു സൂചനയായിട്ടാണ് നിതിൻ ഗഡ്കരിയുടെ ഈ ഒരു പ്രസ്താവന ഞാൻ കാണുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ചൈനയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ പോലും ഇന്ത്യയിൽ വന്ന് വലിയ രീതിയിൽ ഇന്ത്യക്ക് അനുകൂലമായി പ്രസ്താവനകൾ നടത്തുന്നത് എന്നുകൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യക്ക് UN സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സാധാരണ ഞാൻ പറയുന്നത് വരും ദിവസങ്ങളിൽ അറിയാമെന്നാണ്, പക്ഷെ ഇതിൽ യാതൊരുവിധ സംശയവുമില്ല, വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു ടീച്ചർ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.